ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു ബീൻസ് ക്യാരറ്റ് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്ന എണ്ണയിലേക്ക് ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. ഒപ്പം അതിലേക്ക് ഒരു സ്പൂണ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. മൂടി വയ്ക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇതിലേക്കുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ ചിരണ്ടിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി ഇളക്കരുത്. ഈ സമയത്ത് നന്നായിട്ട് ആ സൈഡിലുള്ള ബീൻസ് എല്ലാം കൂടി ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ തട്ടിപ്പൊത്തി മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നേരം മൂടി വയ്ക്കുക. ഇങ്ങനെ 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി മുരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീൻസൊക്കെ നന്നായിട്ട് ക്യാരറ്റും ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങയെല്ലാം നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ക്യാരറ്റും ബീൻസ് തോരൻ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോവാം. അടുത്ത ഒരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബായ്.